തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് ക്ഷാമം ഉണ്ടെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് ചുരക്കൽ. ശസ്ത്രക്രിയകൾ മുമ്പും മുടങ്ങിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. പല ഉപകരണങ്ങളും രോഗികൾ തന്നെ വാങ്ങിത്തരേണ്ട അവസ്ഥയാണെന്നും ഡോക്ടർ ഹാരിസ് ചുരക്കൽ പറഞ്ഞു. മന്ത്രിയല്ല ഞാൻ കുറ്റം പറയുന്നത്. ഇവിടെയുള്ള നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ മേലധികാരികളാണ് ഇത് കുഴപ്പമില്ല എന്ന് മേളിലേക്ക് അറിയിക്കുന്നത്. അങ്ങനെയാണ് പറയാനുള്ളത്. ഉപകരണങ്ങളുടെ ആക്സസറീസാണ് ക്ഷാമം. ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ ഉപകരണങ്ങൾ ഇല്ലെങ്കിൽ, മൊത്തം ഉപകരണം ഇല്ലെങ്കിൽ നമുക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു ഉപകരണം വെച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള പ്രയോജനം? കുറച്ച് കേസുകൾ ചെയ്തു കഴിയുമ്പോൾ ഇതിൻ്റെ പ്രോവ് പൊട്ടും. ആ പൊട്ടുന്ന സമയത്ത് പ്രോവ് മാറ്റണം. അത് നമ്മൾ നേരത്തെ ഇത് വളരെ മുൻകൂട്ടി ഇവർക്ക് HDSനെ നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. ഇത് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു. പ്രശ്നം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുമുണ്ട് ഇതുപോലെ തന്നെ. ഇതിപ്പോൾ മുടങ്ങാത്തതിൻ്റെ ഒരു രഹസ്യം അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു തരികയാണ്. ഇപ്പോൾ രോഗികൾ തന്നെ വാങ്ങിച്ചു തരികയാണ്. അതേസമയം ഉപകരണങ്ങൾ വാങ്ങാനായി കഴിഞ്ഞ സാമ്പത്തിക വർഷം 67 ലക്ഷം രൂപ ചെലവഴിച്ചു എന്നാണ് യൂറോളജി വിഭാഗത്തിന്റെ വിശദീകരണം. കഴിഞ്ഞ വർഷം യൂറോളജി വിഭാഗത്തിൽ 2898 ശസ്ത്രക്രിയകൾ നടന്നുവെന്നും വിശദീകരണം. ബിനിൽ ലീല സാബു ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആദ്യം ഡോക്ടർ ഹാരിസ് ഇട്ടത്. പിന്നെ അത് വിവാദമായതിനെ തുടർന്ന് പിൻവലിക്കുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണ്. എന്താണ് അവിടുത്തെ സ്ഥിതിവിശേഷം എന്നാണ് നമ്മളുടെ പരിശോധനയിൽ മനസ്സിലാകുന്നത്. ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തലിന് ശേഷം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ പരിശോധന നടക്കുന്നുണ്ടോ? ആരോഗ്യ വിഭാഗം ഇത് പരിശോധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അത്തരത്തിലുള്ള നീക്കം ആരോഗ്യ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അത്തരത്തിലുള്ള നീക്കം നടക്കുന്നുണ്ട്. എന്തായാലും പറഞ്ഞ കാര്യത്തിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതിയ കാര്യങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുകയാണ് ഈ ഡോക്ടർ ഹാരിസ് ചുരക്കൽ. അദ്ദേഹം പറഞ്ഞത് ഈ ശസ്ത്രക്രിയ നടത്തുന്നതിന് പല ഉപകരണങ്ങളുടെയും ക്ഷാമമുണ്ട്, പല ഉപകരണങ്ങളും വാങ്ങുന്നില്ല എന്നാണ് കൃത്യമായി പറയുകയും ചെയ്യുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ അത് ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായി ചില ഉപകരണങ്ങളുടെ കാര്യത്തിൽ EWS ഉപകരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി പലതവണ ഈ സൂപ്രണ്ട് കണ്ടു, DME കണ്ടു, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരോഗ്യമന്ത്രി PS-ഉമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഡോക്ടർ ഹാരിസ് പറയുന്നത്. അതിൽ മന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം ഉന്നയിക്കില്ല, മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയല്ല താൻ ചെയ്യുന്നത്. താൻ യാഥാർത്ഥ്യമാണ് പറയുന്നത്. അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല, ഇത് യാഥാർത്ഥ്യമാണ്. നേരത്തെ പക്ഷേ ഇന്നലെ മന്ത്രി പറഞ്ഞത് ഇക്കാര്യങ്ങളൊന്നും താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനുള്ള മറുപടിയായി ഡോക്ടർ ഹാരിസ് പറയുന്നത് ഇതിൽ ആരോഗ്യമന്ത്രിയെ ഓഫീസിൽ നിന്നും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടാവില്ല, അത്തരത്തിൽ ഉണ്ടായിരിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പറഞ്ഞ ആരോപണങ്ങളിൽ അല്ലെങ്കിൽ ഈ ക്ഷാമമുണ്ടെന്ന കാര്യത്തിൽ പറഞ്ഞതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസം 4 സർജറി ഉണ്ടായിരുന്നു, അതിൽ ചിലത് മുടങ്ങിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലെ DME വിശദീകരിച്ചത് 4 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ 1 എണ്ണം മാത്രമാണ് മുടങ്ങിയത്, ബാക്കി 3 സർജറി നടന്നു എന്നാണ് DME പറഞ്ഞത്. അതിലും ഡോക്ടർ ഹാരിസ് ഇന്നലെ പറഞ്ഞതും ഇന്ന് രാവിലെ പറഞ്ഞതുമായ കാര്യം, അതിൽ മുടങ്ങിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഉപകരണത്തിൻ്റെ കേടുപാടാണ്, അതിന് തകരാറ് സംഭവിച്ചു, അതുകൊണ്ടാണ് ആ സർജറി മുടങ്ങിയത്. ആ ഉപകരണത്തിൻ്റെ കേടുപാടും താൻ മാസങ്ങൾക്ക് മുന്നേ 3 മാസങ്ങൾക്ക് മുന്നേ കൃത്യമായി തന്നെ ഈ DMEയും സൂപ്രണ്ടിനെയും ആരോഗ്യമന്ത്രിയുടെ PS-നെയും അടക്കം അറിയിച്ചതാണ്. പക്ഷേ അതിലൊരു നടപടിയും ഉണ്ടായില്ല. അത്തരം നടപടി ഉണ്ടാകാതെ വന്നപ്പോഴുള്ള അതിൻ്റെ ഒരു വിഷമത്തിൻ്റെ പുറത്താണ് താൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. പിന്നീട് ആ പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചത് ആരോഗ്യമന്ത്രിയുടെ PS സംസാരിച്ചു. ഈ കാര്യങ്ങളെല്ലാം നടപടി ഉണ്ടാകും, ഈ കാര്യങ്ങളെല്ലാം ഈ ക്ഷാമമുണ്ടെങ്കിൽ അത് പരിഹരിക്കും, കൃത്യമായ ഇടപെടലുണ്ടാകുമെന്ന് അദ്ദേഹം അടക്കം പറഞ്ഞു. മാത്രമല്ല CPM-ന്റെ തിരുവനന്തപുരത്തെ നേതാവ് കരമന ജയൻ അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയാണ്. അദ്ദേഹം വിളിച്ച് സംസാരിച്ചു. അങ്ങനെയാണ് ആ പോസ്റ്റ് താൻ പിൻവലിക്കുന്നത്. പോസ്റ്റ് മാത്രമേ താൻ പിൻവലിക്കുന്നുള്ളൂ, പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് ആവർത്തിച്ച് ഇന്നലെയും ഇന്നുമായി ഈ ഡോക്ടർ ഹാരിസ് ചുരക്കൽ പറയുന്നത്. നമുക്ക് ആശുപത്രിയിൽ അന്വേഷിക്കുമ്പോൾ അവിടുത്തെ നിജസ്ഥിതി സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടോ ബെനിൽ? രോഗികൾ അടക്കമുള്ളവർക്ക് പരാതിയുണ്ടോ? എന്താണ് സ്ഥിതി?
നിലവിൽ ഈ സർജറി മുടങ്ങുന്ന അല്ലെങ്കിൽ മാറ്റിവെക്കുന്ന ഒരു സ്ഥിതി മെഡിക്കൽ കോളേജിലുണ്ട്. അത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിലെല്ലാം അത്തരം പ്രശ്നങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്, തകരാർ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ മാറ്റിവെക്കുന്ന സ്ഥിതിവിശേഷമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് സാധാരണഗതിയിൽ ഈ രോഗികളുടെ പരാതിയൊക്കെയായി വരാറുമുള്ളതാണ്. നേരത്തെ ഡോക്ടർ ഈ പറഞ്ഞ കാര്യം, ഹാരിസ് പറഞ്ഞ കാര്യം, ഈ സർജറി മുടങ്ങിയപ്പോൾ 4 മുടങ്ങിയപ്പോൾ കൃത്യമായി തന്നെ അതിൻ്റെ കൂട്ടിരിപ്പുകാരൻ വന്ന് തന്നോട് ദേഷ്യപ്പെട്ടു. അതിൽ വലിയ വിഷമം തനിക്കുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സ്ഥിതിവിശേഷം മെഡിക്കൽ കോളേജുകൾ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇത്തരത്തിൽ ഈ സർജറി മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് ഈ ഉപകരണങ്ങളുടെ അതിൻ്റെ ഈ തകരാർ സംഭവിക്കും, കേടുപാടുകൾ സംഭവിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് യാഥാർത്ഥ്യമാണ് എന്നാണ് നമുക്ക് അന്വേഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ഡോക്ടർമാർക്ക് സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം അല്ലെങ്കിൽ ആ ക്ഷാമമൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം. എന്തായാലും ആരോഗ്യവകുപ്പ് പറയുന്നത് കൃത്യമായി ഇതെല്ലാം വാങ്ങുന്നുണ്ട്, ഫണ്ട് അനുവദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്. എന്തായാലും അത്തരം കൂടുതൽ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഈ ഡോക്ടർ ഹാരിസ് പറയുന്ന ഒരു കാര്യം, താൻ വിവാദമുണ്ടാക്കാനല്ല ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്, അത് അവിടുത്തെ രോഗികൾക്ക് ഗുണമുണ്ടാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയെങ്കിലും ഈ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ രീതിയിലാണ് അതിനെ കാണുന്നത്. എന്തായാലും ഇത് ഈ ഡോക്ടറുടെ പോസ്റ്റിന് പിന്നാലെ ഒരു ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ ഉള്ള ക്ഷാമമുണ്ടെങ്കിൽ, അത്തരം പരിശോധനകളും കൃത്യമായി തന്നെ ക്ഷാമമുണ്ടെങ്കിൽ, ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഡോക്ടറുടെ. ആ പോസ്റ്റിൽ ഒരു നടപടിക്കുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നലെ തന്നെ DME വ്യക്തമാക്കിയതാണ്, ഒരു സംവിധാനത്തെ ആകെ നാണം കെടുത്തുന്ന രീതിയിലാണ് ഈ പോസ്റ്റ് വന്നത്. അതുകൊണ്ട് നടപടി ഉണ്ടാകും, അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഈ DME ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിൻ്റെ നീക്കങ്ങൾ തുടങ്ങിയെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ലക്ഷ്മി, തീർച്ചയായും ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ ഒരുപക്ഷെ നടപടി വന്നേക്കും. എങ്കിൽ പോലും അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. 1 വർഷത്തോളം കാത്തിരുന്ന ശേഷം അതിൻ്റെ ഒരു ധാർമ്മികമായ അമർഷത്തിൽ കൂടിയാണ് അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തുമ്പോഴുമൊക്കെ മനസ്സിലാകുന്നത്. അദ്ദേഹത്തിനെതിരെ നടപടി വരികയാണെങ്കിൽ കൂടിയും ഇക്കാര്യത്തിൽ ഒരു ഉണർന്നുള്ള പ്രവർത്തനത്തിന് ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നു എന്നുള്ളത് എല്ലാവർക്കും ആശ്വാസം, ആരോഗ്യ കേരളത്തിനും രോഗികൾക്കുമൊക്കെ ആശ്വാസമാണ്.